ഞാൻ മിക്സിയിൽ അരയ്ക്കുന്ന മാതിരി അരച്ച് നശിപ്പിക്കരുത്. പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ആസിഡാണ്. ഭയങ്കര നാറ്റം. എന്നാ ഇത് കുറച്ചു നേരം അരച്ചു നോക്ക്. ഇപ്പം ഈ നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു ലിവിങ് ടിഷ്യൂ എടുക്കുക. ഇപ്പൊ ഞാനിവിടെ കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഇലയാണ്. ഓക്കെ, അത് മേ ബി ഗ്രീൻ ലീഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആനിമൽ ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു ബീഫിന്റെ ലിവറോ ബീഫിന്റെ മസിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ലിവിങ് ടിഷ്യൂ എന്ത് ചെയ്യണം? വെറ്റില മുറുക്കുകയല്ല, ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ ഒട്ടിച്ച് അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ ലിവിങ് ടിഷ്യൂ ഇതിന്റെ അകത്തേക്ക് ഇടുക. ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് മോർട്ടാറിന്റെ അകത്തേക്കാണ് ഇടുന്നത്. അപ്പൊ നോക്ക്, ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഈ ലിവിങ് ടിഷ്യൂ എന്ത് ചെയ്യണം? ഇങ്ങനെ അരച്ചാൽ മതിയോ? അല്ല, എന്ത് ചെയ്യണം? ട്രൈക്ലോറോ അസെറ്റിക് ആസിഡ് എടുക്കണം. ട്രൈക്ലോറോ അസെറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഹസാഡസ് ആയിട്ടുള്ള ആസിഡാണ്. അത് നമുക്ക് ഇവിടെ വാങ്ങി സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ എച്ച് ഉള്ള ആസിഡ് ഇല്ലേ, അതിൻ്റെ പേര് അസെറ്റിക് ആസിഡ്, അതും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ വെള്ളമല്ല, അങ്ങനെ ഞങ്ങളെ പറ്റിക്കൊന്നുമില്ല, വിനാഗിരി ആണ് എടുക്കുന്നത്. അത് അസെറ്റിക് ആസിഡ് ആണെന്നുണ്ടെങ്കിലും ഇത്ര സ്ട്രോങ് ആസിഡ് അല്ല. എൻ്റെ വയറ്റിലേക്ക് അസെറ്റിക് ആസിഡ് ഒക്കെ മര്യാദയ്ക്ക് ഒരു അസെറ്റിക് ആസിഡ് എത്തിയാൽ എന്താ സംഭവിക്കുക? ഇതാ, ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയാ. ഇത് കുറച്ചു നേരം നാക്ക്. ഈ ലേറ്റ് ആയി വന്നതല്ലേ, പെട്ടെന്നാക്ക്. ഞാൻ മിക്സിയിൽ അരയ്ക്കുന്ന മാതിരി അരച്ച് നശിപ്പിക്കരുത്. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഒരു സ്ലറി ഇപ്പൊ കിട്ടും. ആ സ്ലറി കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെ തരിക്കാൻ പോവുകയാണ്. കിട്ടിയോ? മിക്സിയിലിട്ട് അരയ്ക്കണോ? പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ആസിഡാണ്. ഭയങ്കര നാറ്റം. ഇത് കുറച്ചു നേരം അരച്ചു നോക്ക്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു ലിവിങ് ടിഷ്യൂ എടുത്തു, അല്ലെങ്കിൽ ഒരു ലീഫ് എടുത്തു. അതിൻ്റെ അകത്തൊക്കെ ലിവിങ് ടിഷ്യൂ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുക ചെയ്ത്, അല്ലേ? ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ആസിഡ് ആണ് അതിലേക്ക് ഒഴിച്ചത്. അപ്പൊ ഇതിന്റെ അകത്തുണ്ടാവുന്ന കോമ്പൗണ്ട്സ് സ്വാഭാവികമായിട്ടും ആ സ്ട്രോങ് ആസിഡിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ സ്ലറി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അതിനെ ഫിൽറ്റർ ചെയ്യാൻ പോവുകയാണ്. ആ ഫിൽറ്റർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിന് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും. എങ്ങനെയാ നമ്മൾ ഫിൽറ്റർ ചെയ്യുക? ആയോ? തലേ തേക്കുന്ന താളി പോലെയാക്ക്. എന്ത് വെച്ചിട്ടാ ഫിൽറ്റർ ചെയ്യുക? ഒരു ചീസ് ക്ലോത്ത് ഫിൽറ്റർ, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, കോട്ടൺ. അത് രണ്ടും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഫിൽറ്റർ പേപ്പർ എടുത്തു. ഫിൽറ്റർ പേപ്പറുകൾ കണ്ടിട്ടില്ലേ? ആയോ? ആവുന്നില്ലേ? ഇത് ശരിക്ക് ഈ പെസ്റ്റിലും മോട്ടാറും ഒക്കെ പണ്ടത്തെ ടെക്നോളജിയാണ്. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ NCERT അതില്ലാത്തത് കൊണ്ടാണ് ഈ പണ്ടാരപ്പഴം വെച്ച് കറക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ ഇത് ഏകദേശം ഒരു സ്ലറി പരിപാടി. ഈ സ്ലറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഈ തലയിൽ തേക്കുന്ന താളിയൊക്കെ അല്ലേ? താളി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോഴും തേക്കാറുണ്ടോ? ഹോസ്റ്റലിലൊക്കെ താളി ഉണ്ടാക്കി തേക്കും. അതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്,
വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യെസ്, ഇപ്പോൾ ഒരു വിധം ആയിട്ടുണ്ട്, അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ ഇനി അടുത്ത എന്താ ചെയ്യാ? എന്തെങ്കിലും കാണാൻ വേണമെങ്കിൽ കുറച്ചും കൂടി ആസിഡ് ഒഴിക്കണം. ഇപ്പൊ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ടിഷ്യൂസ് എല്ലാം 2 ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ഏതാ 2 ഭാഗം എന്ന് പറയുന്നത്? ഒന്ന് ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും, ചിലത് ആസിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അതിനെങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫിൽറ്റർ പേപ്പറിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. വരുന്നുണ്ടാ? പിന്നെ ഇതെന്താടാ? പുറത്തു കൂടെയാണല്ലോ വരുന്നത്. വരുന്നുണ്ടോ? ഇല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഇപ്പൊ അത് 2 പോർഷൻ ആയിട്ട് മാറി. ഏതൊക്കെയാ 2 പോർഷൻ എന്ന് പറയുന്നത്? താഴത്ത് ആസിഡിൽ ഡിസോൾവ് ചെയ്ത പോർഷൻ ഓഫ് ടിഷ്യൂ ഉണ്ടായിരിക്കും അല്ലേ? ഇതിനെന്താ നമ്മൾ വിളിക്കുക? ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? റിട്ടൻഡേറ്റ് എന്ന് വിളിക്കും. എന്ത് സാധനം ഫിൽട്ടർ ചെയ്താലും വെള്ളത്തിന്റെ കൂടെ പോരുന്നതിനെ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. അടിഞ്ഞു കൂടുന്ന ചണ്ടിയെ, ഈ സാധനല്ലേ ഇതിപ്പോ മുകളില് ബാക്കിയുള്ള സാധനമൊക്കെ അടിഞ്ഞു കൂടിയില്ലേ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? റിട്ടൻഡേറ്റ് എന്ന് വിളിക്കും. അപ്പം ഈ ലിവിങ് ടിഷ്യൂ ആയിട്ടുള്ള ഈ ലീഫിൽ ഉള്ള ബയോമോളിക്യൂൾസിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ആസിഡിൽ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്ത ഫ്രാക്ഷൻ, അതിന് നമ്മൾ എന്താ വിളിക്കുക? ആസിഡ്. ഈ ബീക്കറിലുള്ളത് എന്താണ്? ആസിഡ് സോല്യൂബിൾ പൂൾ. അടിഞ്ഞു കൂടാത്തത് എന്ന് പറഞ്ഞാൽ ഈ ഫിൽട്രേറ്റ് ചെയ്യപ്പെട്ടത്, അതിന് നമ്മൾ എന്താ വിളിക്കുക? ആസിഡ് ഇൻസോല്യൂബിൾ പൂൾ. അങ്ങനെ 2 ആയിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തു. സ്വാഭാവികമായിട്ടും താഴത്തേക്ക് എത്തിയ ആളുകൾ എന്ന് പറയുന്നത് വലിയ ആളുകളായിരിക്കും, ചെറിയ ആളുകളായിരിക്കും? ചെറിയ ആളുകളായിരിക്കും. കാര്യം ഈ ഫിൽട്രേറ്റിലൂടെ അല്ലെങ്കിൽ ഈ നമ്മൾ വെച്ച ചീസ് ക്ലോത്തോ കോട്ടണോ അല്ലെങ്കിൽ ഫിൽറ്റർ പേപ്പറോ അതിന്റെ അകത്തു കൂടെ വന്ന ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും താഴെ ഉണ്ടായിരിക്കുക. ഇൻ ടേംസ് ഓഫ് സൈസ് വലിയ ആളുകൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാവുക? എവിടെയാ ഉണ്ടാവുക? മുകളിലായിരിക്കും അതോ താഴെ ആയിരിക്കും? മുകളിലായിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. മനസ്സിലായോ? യെസ്. ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ അകത്ത് എന്താണുള്ളത് നമ്മൾ എങ്ങനെ അറിയാ? ഡിഫറെന്റ് കെമിക്കൽ ടെസ്റ്റുകൾ ചെയ്താൽ താഴെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മളുടെ ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്.